ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നലെ രാത്രി ലൈവിൽ നടന്നൊരു പൊരിഞ്ഞ അടി തന്നെയായിരുന്നു അനുവും മറ്റുള്ളവരും തമ്മിൽ. രാത്രി ആയപ്പോൾ അക്ബറും ആര്യനും വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പതുക്കെ ഇവർ കിച്ചണിൽ പോകുന്നു. അനു ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ബുൾസയും പിന്നെ കുറച്ച് കടൽമാവ് ഉപയോഗിച്ച് ഇവരെന്തോ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അങ്ങനെ അക്ബറും ആര്യനും അവിടെ തന്നെ നിന്ന് കഴിക്കുന്നുണ്ട്. അതിനുശേഷം അനു ചെറുതായിട്ട് ഉണ്ടാക്കി അത് റൂമിൽ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. ആദിലേക്കും നൂറയ്ക്കും വേണ്ടിയിട്ടാണ് അവസാനത്തത് ഉണ്ടാക്കിയൊരു റൂമിൽ കൊണ്ടുവന്നതെന്നാണ് അനു പറയുന്നത്. ഇവരുണ്ടാക്കി തുടങ്ങിയപ്പോഴേ നെവിൻ പതുക്കെ കിച്ചണിൽ വന്ന് തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. എന്തോ ഒരു അടി ഉണ്ടാക്കാനാണ്, അത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. കാരണം ഇവരുണ്ടാക്കി തുടങ്ങുമ്പോൾ തന്നെ റൂമിലൊരു സംസാരം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് പൊരിഞ്ഞ അടിയാണ് നെവിനും അനുവും തമ്മിൽ. കാരണം നെവിൻ പറയുന്നു, ഞാനൊരു കഷ്ണം ഉള്ളി ചോദിച്ചത് നീ എന്തെല്ലാം പറഞ്ഞു റേഷനാണെന്ന്, അപ്പോൾ ഈ കുറച്ച് കടലമാവ് എടുത്തതിന് യാതൊരു കുഴപ്പമില്ല, അത് റേഷൻ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനു തിരിച്ച് പറയുന്നത് കടലമാവ് റേഷൻ അല്ലല്ലോ എന്നാണ്. പിന്നീട് ആദില പറയുന്നുണ്ട്, ഒരു കുറച്ച് ചെറുപയർ എടുത്തതിന് നീ രാവിലെ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കിയെന്ന്. അങ്ങനെ മൊത്തത്തിൽ ജഗ പുകയായി. ആദിലേക്ക് നൂറയ്ക്ക് ഉണ്ടാക്കിയത് നെവിന് കൊടുക്കില്ല എന്നും പറഞ്ഞ് അനു എടുത്ത് കഴിച്ചു. ഇത് കണ്ട് നെവിന് ദേഷ്യം വന്നു, ഈ തട്ടിപ്പറിക്കാനും നോക്കി. അങ്ങനെ അനു അത് മുഴുവനും വായിൽ കുത്തിക്കയറ്റി. ഈ ദേഷ്യത്തിൽ നെവിൻ എന്ത് ചെയ്തു, അനുവിൻ്റെ ആ മേക്കപ്പ് കിറ്റ് എടുത്ത് പുറത്തേക്ക് എറിയാൻ വേണ്ടിയിട്ട് ഗാർഡൻ ഏരിയയിലേക്ക് പോയി. നെവിൻ രണ്ടും കൽപ്പിച്ചിട്ടായിരുന്നു. അങ്ങനെ ബിഗ് ബോസ് അവസാനം പറയുന്നു എല്ലാവരോടും വന്ന് ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ. അനീഷും ലക്ഷ്മി നല്ല ഉറക്കത്തിലായിരുന്നു. ലക്ഷ്മി എപ്പോഴും ഉറക്കം തന്നെയാണ്. എന്തെങ്കിലും അറിഞ്ഞോ ഇല്ലയോ അത് അറിയാത്ത പോലെ കിടന്നതാണോ എന്നറിയില്ല. നന്നായി ഒരു കണക്കിന് എണീക്കാഞ്ഞത്, അല്ലായിരുന്നെങ്കിൽ ഉള്ള പ്രശ്നം ഒന്നും കൂടി ഡബിളായ. അങ്ങനെ എല്ലാവരോടത്തും ബിഗ് ബോസ് പറയുന്നു ആ സോഫയിൽ ഒരു 10 മിനിറ്റ് മിണ്ടാതെ ഇരിക്കാൻ. സത്യത്തിൽ അനുവിന് ഈ വള്ളിയൊന്നും പിടിക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അക്ബറിനും ആര്യനും വിശക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കാൻ അറിയാലോ. അനുവിൻ്റെ വീട്ടുകാർ വരെ അന്ന് വന്നപ്പോൾ പറഞ്ഞത് ഈ കിച്ചണിൽ അധികം തിരിഞ്ഞു കളിക്കേണ്ടെന്നാണ്. പക്ഷേ ഇന്നലെ മുതൽ ഇതപ്പോൾ വീണ്ടും കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് പതുക്കെ. എല്ലാത്തിനും റേഷൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഒരു കാര്യത്തിന് മാത്രം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ് മറ്റു വീട്ടുകാരുടെ ന്യായീകരണം.